ഈ ആട് 3 സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത എനിക്ക് മാത്രമാണ്. ഇവിടെ പല ആൾക്കാരും ഇതിന് ഭയങ്കര അഭിപ്രായം പറയുന്നത്. അതുപോലെ തന്നെ കുറേ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അതിഗംഭീര അഭിപ്രായം പറയുന്നത്. ഇത് കേട്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു പോയത്. ഈ തിയേറ്ററിനുള്ളിൽ എങ്ങനെ ഇത്രയും നേരം ഇരുന്നു എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഒരു സിനിമ ആട് 1ഉം 2ഉം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രേതം പോലും ഇല്ലാത്തൊരു സിനിമയാണ് ആട് 3. പോട്ടെ, ടൈം ട്രാവൽ പടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷോർട്ട് ഫിലിം ഇതിൽ നല്ല രീതിയിൽ സ്ക്രിപ്റ്റിൽ എടുക്കാറുണ്ടല്ലോ. ഈ കുറേ ആൾക്കാർ കോമഡി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചളി ധർമ്മജൻ സെക്കൻഡ് ഹാഫിൽ എന്തോ വലിയ സംഭവം കാണിക്കുന്ന പറഞ്ഞ് എന്ത് സംഭവം കാണിക്കുന്നു. ഇനി ഞാൻ ഇതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ഈ പണം തുടങ്ങി അങ്ങോട്ട് വരാൻ നേരത്ത് തന്നെ കണക്ഷൻ ഇല്ല. പലയിടത്തും കണക്ഷൻ ഇല്ല. അപ്പോൾ പടം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ധർമ്മജൻ്റെ ഒരു സീനുണ്ട്. ഒരാളെ കാണാൻ പോകുന്നതും തിരിച്ച് പോലീസ് പിടിക്കുന്നതും പിന്നെ ഷാജി പാപ്പൻ്റെ ഇൻട്രോ ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചെന്നറിയോ ഇതൊക്കെ കാണാൻ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഷാജി പാപ്പനും കാണാൻ ഞെട്ടിയുണ്ട്. ഇപ്പം മീശമാധവൻ സിനിമയ്ക്കകത്തൊരു ഇൻട്രോ കാണിക്കുന്നുണ്ടല്ലോ, ദിലീപ് ബുഷിനെ കാണുന്നത്. ഇതുപോലൊരു ഇൻട്രോ, ഒരു കണക്ഷൻ ഇല്ല. പിന്നെ അതിനകത്ത് പിന്നെ ഒരു കണക്ഷൻ ഉണ്ട്, ഇതിനകത്തൊരു കണക്ഷനും ഇല്ല. ഇതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഷാജി പാപ്പൻ ഞെട്ടി ഉണർന്നിട്ട് കഥ ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകും. ഒരു ഞെട്ടി ഉണരലും ഇല്ല. ഈ പടം തീരുന്നവരെ ഇങ്ങനെ അങ്ങ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും കണക്ഷൻ ഇല്ല, ഇവിടെയും കണക്ഷൻ ഇല്ല. മൊത്തത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ ഒരു പൊരുത്തക്കേടുമായിട്ട് ഈ പടം കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സണ്ണി വേനെ പറ്റി പറയണമല്ലോ. സണ്ണി വേൻ ഒരു സായിപ്പായിട്ട് കാണിച്ചിട്ട് സംസാരിക്കുന്ന രീതിയും ഇതിനകത്ത് ഡയലോഗ് ചെയ്തിരിക്കുന്നത് തന്നെ എന്ത് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഡയലോഗിൻ്റെ പേരിലൊക്കെ പോട്ടെ. ഇനി അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത് അതൊരു ഫോറിൻ ലേഡിയുടെ ഒരു റോളുണ്ട്. അവർ നല്ല രീതിയിൽ നടക്കുന്നതും അവരുടെ കോസ്റ്റ്യൂമും അവരുടെ ഒരു ആക്ഷൻ രംഗമുണ്ട്. അതല്ലാതെ എനിക്ക് ഈ പടത്തിൽ എന്തെങ്കിലും ബെറ്ററായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. എനിക്കിപ്പോഴും മാറിയിട്ടില്ല ആ സിനിമ കണ്ടതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത് ഞാൻ കണ്ട സിനിമ ദുരന്തറാണ്. ദുരന്തറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ആ പടം തുടങ്ങുമ്പം തൊട്ട് കാണിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ, പാട്ടുകൾ, BGM. നമ്മളൊരു 10-200 രൂപ മുടക്കി തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ 500 രൂപയുടെ മുതലുണ്ട് ആ സിനിമ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ദുരന്തർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ പോയി കണ്ടു നോക്കണം. അതൊക്കെ ഒരു പടമാണ്.